ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വെറൈറ്റി ടേസ്റ്റിലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ് റെഡിയാക്കാം. ഇത് റെഡിയാക്കാൻ ഒരുപാട് ചേരുവകളൊന്നും വേണ്ട, നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുട്ടയും പപ്പടവുമാണ്. മുട്ടയും പപ്പടവും വെച്ച് ഈ മുട്ട റോസ്റ്റ് റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയും പച്ചമുളകുമാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 7 കഷ്ണം ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളകും ചെറിയ ഉള്ളിയും നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ പപ്പടം ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു മുട്ടയ്ക്ക് 2 പപ്പടം എന്നുള്ള കണക്കിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പപ്പടം കൂടുതൽ എടുക്കാം. ഒരു മുട്ടയ്ക്ക് സാധാരണ 2 പപ്പടം മതിയാവും. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും ഇവിടെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ ഉള്ളിയും പച്ചമുളകും കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ പൊടി പൊടിയായി കട്ട് ചെയ്തെടുക്കണം. എന്നാലേ നമ്മൾ മുട്ട റോസ്റ്റ് റെഡിയാക്കുമ്പോൾ നല്ല ടേസ്റ്റിയായി വരുള്ളൂ. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഒരു പാത്രത്തിലേക്ക് കുത്തി ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് എപ്പോഴും റെഡിയാക്കുമ്പോൾ വെളിച്ചെണ്ണയെ തന്നെ റെഡിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ ആദ്യം തന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളകും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് വാടണ വരെയും ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് വാടി കിട്ടണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കണ ഈ മുട്ട റോസ്റ്റ് എല്ലാ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും മുട്ട റോസ്റ്റ്. അതിൽ നമ്മൾ പപ്പടം ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റിയുമാണ്. കുട്ടികൾക്ക് സ്കൂളിൽ ചോറിൻ്റെ കൂടെയൊക്കെ കൊടുത്തുവിടാന്നുണ്ടെങ്കിൽ ഒട്ടും ചോറ് കളയാണ്ട് അവർ കഴിച്ചോളൂ. ഇനി നമുക്ക് ഇതിലോട്ടൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ മുട്ട മിക്സ് ചെയ്തപ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, ഇതിലേക്കാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളി മുളകൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർക്കുമ്പോൾ ഉള്ളിയിലും മുളകിലും ഒന്നും ഉപ്പിൻ്റെ ടേസ്റ്റ് വരില്ലല്ലോ. അപ്പോൾ നമ്മൾ നേരെ ഉള്ളിയിലും മുളകിലേക്ക് ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഉള്ളിയും പച്ചമുളകും നല്ലോണം വാടുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പപ്പടം നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ടൊന്നും പൊടിക്കരുത്. നമ്മൾ കൈ വെച്ചതിന് ഇതുപോലെ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഒട്ടും കഷ്ണങ്ങൾ ഉണ്ടാവാണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോഴേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളുടെ മുട്ടയുടെ ഉരുട ഇത് നല്ലോണം യോജിച്ച് ഫ്രൈ ആയി കിട്ടും. അല്ലെങ്കിൽ ഇത് പപ്പടം സെപ്പറേറ്റ് ആയിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ലോണം തന്നെ പൊടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പപ്പടം നമ്മളിത് ഈ ഒരു പാകത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പൊടിച്ചെടുത്താലേ മുട്ട റോസ്റ്റ് നല്ല ടേസ്റ്റിയായി കിട്ടുള്ളൂ. പപ്പടം എക്സ്ട്രാ കഷ്ണങ്ങളായിട്ട് കിടക്കരുത്. നമ്മൾ ഈ ഒരു പാകത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ലോണം തന്നെ വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഇത്തിരി കളറിന് വേണ്ടി ജസ്റ്റ് ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതൊരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി, ഒരുപാടൊന്നും ചേർക്കണ്ട. അപ്പോൾ മുട്ടയുടെ ആ വെള്ള കളറൊന്നും അങ്ങോട്ട് മാറി ചെറിയൊരു മഞ്ഞപ്പ് കിട്ടുന്നതിന് വേണ്ടി നമ്മളൊരു ചെറിയ അളവിലേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടാവണ വരെ. മഞ്ഞൾപ്പൊടി ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പപ്പടമാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം മുട്ട ഒഴിച്ച് കൊടുക്കരുത്, ആദ്യം നമ്മൾ പപ്പടം ഇടാൻ ശ്രദ്ധിക്കണം. മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് പപ്പടം ഇടുമ്പം അത്ര സെറ്റായി കിട്ടില്ല. ആദ്യം തന്നെ നമ്മൾ പപ്പടം ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി ചൂടാക്കാം. അപ്പോൾ പപ്പടത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും എരിവും എല്ലാം പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് പപ്പടമൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇത് ചൂടായതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. നമ്മൾ മുട്ടയുടെ മിക്സ് ആദ്യം ചേർത്തിട്ട് പപ്പടം ചേർത്താൽ അതത്ര സെറ്റായി വരില്ല. ഇനി നമുക്ക് മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മിക്സ് ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഹൈ ഫ്ലെയിമിലിടരുത്. ഹൈ ഫ്ലെയിമിലിട്ടുണ്ടെങ്കിൽ പപ്പടവും മുട്ടയും നല്ലോണം അങ്ങോട്ട് മിക്സായി കിട്ടൂല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടാണ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ തന്നെ നമ്മുടെ മുട്ടയൊക്കെ അത്യാവശ്യം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും പപ്പടവും മുട്ടയൊക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട ആദ്യം ഒഴിച്ചിട്ട് അതിലേക്ക് പപ്പടം ഇട്ടാൽ ഇത്രയ്ക്കും മിക്സായി കിട്ടില്ല. നമ്മൾ ആദ്യം പപ്പടം ഇട്ടതിന് ശേഷം മിക്സ് ചെയ്തിട്ട് മുട്ട ഒഴിക്കുകയാണെങ്കിൽ നല്ലോണം മിക്സായി കിട്ടും. ഇപ്പോൾ നമ്മുടെ മുട്ട നല്ലോണം തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്ന് വെന്തിട്ടും ഉണ്ട് കേട്ടോ നല്ലോണം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി
സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് ചോറിനൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടാമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നല്ലോണം നല്ല റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്ക് റോസ്റ്റായി കിട്ടിയാൽ മതി. ഇനി ഒരു ലോ ഫ്ലെയിമിലോട്ട് ഒരു ഇത്തിരി നേരവും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒന്നും കൂടി റോസ്റ്റായി കിട്ടും കേട്ടോ. ഇത് നല്ല ടേസ്റ്റ്. ഇതിന് ചോറിനൊക്കെ ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേറെ ഒരു കറിയും വേണ്ടി വരില്ല. ഈ കറി കൂട്ടി അവർ നല്ലോണം ചോറ് കഴിച്ചോളും. പിന്നെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണിത്. ഇപ്പോൾ നമ്മളുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വാങ്ങിയതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മുട്ട റോസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.